നോക്കട്ടെ. ഒരു നല്ല ഷർട്ടും കൂടിയില്ലല്ലോ മുസക്കായി. ഓ അതൊക്കെ ശ്രദ്ധിക്കാൻ നേരണ്ട എനിക്ക്. എനിക്ക് സാരി, എനിക്ക് ബ്ലൗസ്, എനിക്ക് ബാഗ്, എനിക്ക് ചെരുപ്പ് എന്നൊക്കെയാണല്ലോ പറച്ചല്. പിന്നെ എങ്ങനെ നമ്മൾ ഷർട്ട് വാങ്ങുക? നിങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണുണ്ട്. കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നും നമുക്കറിയാം. എന്താ പതിവില്ലാത്തൊരു സ്നേഹവും ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇതെന്താ ഒരു മാനസിക രോഗമാണ് നമുക്കൊരു തോന്നലുണ്ട്. ഭർത്താവിന് ഒരു ഭാര്യ സ്നേഹിക്കണ മാനസിക രോഗമാണെങ്കിൽ നമുക്ക് മാറാ മാനസിക രോഗം തന്നെ. അല്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇപ്പൊ ഈ പറഞ്ഞുണ്ടല്ലോ, അത് നമുക്ക് പെരുത്തിഷ്ടായി. ഇങ്ങനെ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുന്ന ഭാര്യയുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാര്. എന്നാൽ ഇങ്ങളി അത്തരത്തിലൊരു ഭാഗ്യവാനാണെന്ന് കൂട്ടിക്കോളി. പഠിച്ചോണ്ട് ഇതെന്ത് ലോകം അവസാനിക്കാൻ പോണോ? നമുക്ക് എന്നും നിങ്ങളെ ഇഷ്ടം. നിങ്ങളെ മാത്രല്ല നിങ്ങളെ മീനാറ്റോ നമുക്ക് ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കച്ചറുണ്ടാക്കിയാലല്ലേ നമുക്ക് പിന്നെ ഇണങ്ങാൻ പറ്റൂ. അങ്ങനെ കൂട്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളോട് പെരുത്തിഷ്ടം. അതുകൊണ്ടാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൊറിയണ്. ഞമ്മക്ക് ദേഷ്യപ്പെടുമ്പോ അന്നെ ഞമ്മക്ക് പെരുത്തിഷ്ട. ദേഷ്യപ്പെടുമ്പോ അന്റെ മൂക്ക് ഒന്നുകൂടി വികസിക്കും. അത് കാണാനൊരു പ്രത്യേക രസാ. നിങ്ങൾ വെറുതെ നമ്മളെ മക്കാറക്കാൻ പറയല്ലേ പാത്തുവോ? സാധാരണ നമ്മള് മീൻകച്ചവടം കഴിഞ്ഞ് പെരയിൽ വന്നാല് ഓരോന്ന് പറഞ്ഞ് സമാധാനം കെടുത്തുന്ന അന്റെ ബായിന്ന് ഇമ്മാരി ഡയലോഗ് കേൾക്കുമ്പോ നമ്മളങ്ങോട്ട് കോരി തെരിച്ചു പോവുക. നമ്മളും ഇപ്പൊ എന്നെ കാണുമ്പോണ്ടല്ലോ നമുക്കൊരു പാട്ട് ഓർമ്മ വരിക. ഏത് പാട്ടി? പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു പാത്തു, മീനിന്റെ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു പാത്തു. എത്ര എരിഞ്ഞാലും ഗ്യാസ് വറ്റാത്തൊരു ഗ്യാസ് കുറ്റിയാണ് എന്റെ പാത്തു. നീയായി തളിർത്തതൻ പ്രണയം കരളിൽ പടർന്നേറെ ആഴത്തിലായി വേരൂന്നി നിൽക്കുന്ന പ്രണയം കരളിൽ പടർന്നേറെ ആഴത്തിലായി. നമുക്ക് പെരുത്ത സന്തോഷായി മുസക്കായി. നിങ്ങളുള്ളിൽ ഇങ്ങനെ ഒരു പേരെടുക്കാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലേനു. നമ്മളുള്ളിൽ പല കൈകൊണ്ട് പാത്തുവോ. നമ്മളത് പുറത്തെടുക്കേറ്റല്ലേ. ഇന്നെന്തായാലും ഉത്തരം മതി. നമ്മ കൊണ്ട് ഉറങ്ങിയാലോ? ഗുഡ് നൈറ്റ്. സീ ഡ്രീം സീ. എന്നാലേ പോയിട്ടാ ഫാൻ ഇട്. ഫാൻ ഇടണ്ട. ഫാനില്ലാണ്ട് നമുക്ക് ഉറക്കം വരൂല പാത്തുവോ. ഫാൻ ഇട്ടാലേക്ക് ജലദോഷം വരും. റൂം നിറച്ച് പൊടിയാ. പൊടിയാണെങ്കിലേ അടിച്ചു വരണ്ട അന്റെ ഉത്തരവാദിത്തരുന്നു. പരിയൊക്കെ ഫാൻ ഇട്. നമുക്ക് ജലദോഷം വരുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പോയി ഫാൻ ഇടറി. ഇടൂല. അന്നോട് ഫാൻ ഇടാനാ പറഞ്ഞേ. ഇടടി ഫാന്. മുസക്കയ്യെ പ്ലീസ്. ഫാൻ ഇട്ടാലേ പൊടി മൂക്കിൽക്ക് കേറൂ. അത് ഡാഗിനി അമ്മൂമ്മനെ മാതിരിയുള്ള മൂക്കന്റെ കുഴപ്പമാണത്. ഫാൻ ഇല്ലാണ്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല. വേഗം പോയി ഫാൻ ഇടറി. ഫാൻ ഇടാൻ പറഞ്ഞ ഇട്ടോളണോ? ഫാൻ ഇട്ടാൽ നിങ്ങളെ മീനാറ്റോ ഈ റൂം മുഴുവൻ പരക്കും. അപ്പൊ ഇജ്ജല്ല നേരത്തെ പറഞ്ഞ എന്റെ മീമണ എനിക്ക് ഇഷ്ടാന്ന്. അത് നിങ്ങളെ നാറ്റാണ്. അന്തരീക്ഷത്തിലെ നാറ്റക്ക് ഇഷ്ടല്ല. ഫാൻ ഇടറി പോത്തെ. അന്നോട് പറഞ്ഞ ഫാൻ ഇടായി. എന്നാലും ഇട്ടൊന്ന് പണ്ടാരടങ്ങ്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം മാത്രം നോക്കിയാ മതിയല്ലോ. ദുഷ്ടൻ. അതേടി കുറച്ചു മുമ്പ് പാടി പാട്ടേ ഞാൻ മാറ്റി പാടിത്തരാ. പൂമുഖവാതിക്കൽ കുന്തോം പിടിച്ചിട്ട് കുത്താൻ വരുന്നൊരു പാത്തു, മത്തീന്റെ മുള്ളുകൾ കണ്ണിൽ കുത്തുന്ന ദുഷ്ടത്തിയാണ് എന്റെ പാത്തു. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു പൊട്ടത്തിയാണ് എന്റെ പാത്തു. വലിയ ചളി കവിയാണെങ്കിലേ ഫാന് ഞാൻ നേരത്തെ തന്നെ ഇട്ട് തരാനു. അല്ല പിന്നെ എന്തൊരു സുഖം. കിടക്കടി പോട്ടെ. കിടക്കൂല ഞാൻ. ഞാൻ കിടക്കാ. അല്ലാ പഠിച്ചോനെ